പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസം കാലം കൂടി ഒരുക്കി തന്ന ഈശോയ്ക്ക് മഹത്വം. കർത്താവ് ഇന്നൊരു ദിവസം കാലം കൂടി ദൈവത്തിൻ്റെ വചനം പറയുവാൻ എനിക്ക് കഴിഞ്ഞതിൽ ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈ വചനത്തിലൂടെ നിങ്ങളെല്ലാവരും തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനം എഫേസ്യർ 6:10 മുതൽ 14 വരെയുള്ള തിരുവചനം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം എടുത്തുകൊള്ളുവിൻ. ആമേൻ. നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരും. അപ്പോൾ നാം ദൈവത്തോടാണ് അടുക്കേണ്ടത്. പിശാച് നമുക്ക് ചുറ്റും വട്ടമിട്ട് നടക്കുകയായിരിക്കും. എങ്ങനെ നാം മനുഷ്യനെ തകർക്കാം? കാരണം പിശാചിന് മനുഷ്യനെ തകർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ദൈവം തോറ്റു എന്നാണ് പിശാചിന്റെ വിചാരം. എന്നാൽ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ കർത്താവിനെ നാം ചേർത്ത് നിൽക്കുമ്പോൾ അവിടെ പിശാച് തോക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിന് വചനത്തിലൂടെ നാം ഈ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ വചനം നാം എപ്പോഴും ഏറ്റുപറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ എഫേസ്യർ 6:10 അധ്യായത്തിലുണ്ട്. അത്രയും അനുഗ്രഹമായ വചനം തന്നെയാണിത്. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം എപ്പോഴും വചനം ഏറ്റുപറയുവാനും പ്രാർത്ഥിക്കുവാനും കഴിയണം. പിശാചിനെ എതിർക്കുക എന്നുള്ള പറയുമ്പോൾ കർത്താവിനെ നാം അത്ര സ്നേഹിച്ച് എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് നാം ഉറച്ചു തീരുമാനിച്ചാൽ തന്നെ പിശാച് നമ്മളെ വിട്ടുപോകും. പിശാചിന് നമ്മളെ തകർക്കാൻ കഴിയുകയില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമഹത്വം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി.